Hi, welcome to Finfolio Market Minutes. It's me, Girish Kumar. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ ദീർഘകാല തുടർ നിക്ഷേപങ്ങളുടെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചൊരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1999 ഏതെങ്കിലും ഒരു വ്യക്തി 10,000 രൂപ വെച്ച് HDFC മ്യൂച്വൽ ഫണ്ടിന്റെ HDFC ഫ്ലെക്സി ക്യാപ് എന്ന് പറയുന്ന ഒരു ഫണ്ടിൽ തുടർച്ചയായി കഴിഞ്ഞ 25 വർഷം, അതായത് ആഗസ്റ്റ് 2024 വരെ തുടർച്ചയായി നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപ തവണകൾ എന്ന് പറയുന്നത് 308 തവണകളായിരിക്കും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ 308 തവണകൾ എന്ന് പറയുന്നത് 308 × 10,000, അതായത് 30,80,000 ആയിരിക്കും അദ്ദേഹം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിന്റെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 8 കോടി രൂപയാണ്. അപ്പോൾ ഈ ദീർഘകാല തുടർച്ചയായ നിക്ഷേപം കൊണ്ട് എങ്ങനെയാണ് ആ ഒരു ബെനിഫിറ്റ് ആ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടിയത് എന്നുള്ളതിനൊന്നും വ്യക്തമാക്കി തരാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. 1999 ജനുവരി HDFC ഫ്ലെക്സി ക്യാപിൽ ഒരു യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത് 9 രൂപ 29 പൈസയാണ്. അതിനുശേഷം മാർക്കറ്റിൽ ഉണ്ടാവുന്ന കയറ്റിറക്കങ്ങൾ നിങ്ങൾക്കറിയാം, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി. ഇന്നത്തെ, അതായത് ആഗസ്റ്റ് 2024 ഈ HDFC ഫ്ലെക്സി ക്യാപിന്റെ NAV എന്ന് പറയുന്നത് 1894 രൂപയാണ്. ഈ ഒരു നിക്ഷേപകൻ അദ്ദേഹം എന്താണ് ചെയ്തത്? ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിനെ വിശ്വസിക്കുകയും അതിലേക്ക് ഒരു ഫണ്ട് സെലക്ട് ചെയ്യുകയും തുടർച്ചയായി നിക്ഷേപം നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 30,80,000 രൂപ, ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ, എക്സാക്ട് മാർക്കറ്റ് വാല്യൂ 17,91,19,331 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഉദാഹരണം നമ്മളെ കാണിക്കുന്നത് എന്താണ്? ദീർഘകാല തുടർ നിക്ഷേപങ്ങൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് ചെയ്യുന്നത് നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളായ റിട്ടയർമെന്റ്, കിഡ്സ് ഹയർ എഡ്യൂക്കേഷൻ, നമ്മളുടെ മേ ബി ഡ്രീം ഡെസ്റ്റിനേഷൻ, അതായത് റിട്ടയർമെന്റിന് ശേഷം എല്ലാവരും ഡ്രീം ഡെസ്റ്റിനേഷനൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡ്രീം ഡെസ്റ്റിനേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഷോർട്ട് ടൈം, ഒരു മീഡിയം ടൈം ഗോളുകളായ മേ ബി നമ്മളുടെ ഡ്രീം കാർ, ഡ്രീം ഹോം എന്നീ കാര്യങ്ങൾക്ക് നമ്മളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം തുക ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റിവെക്കുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ദീർഘകാല തുടർച്ചയായ നിക്ഷേപം കൊണ്ട് നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഇതിനൊപ്പം തന്നെ ഞാൻ കൂട്ടി വെക്കുന്നത് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ഉദാഹരണമായിട്ട് പറയണമെന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഡാറ്റയാണ്. 1999 സെൻസെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് സെൻസെക്സ്, ഇന്ത്യയിലെ BSE സെൻസെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3060 ആണ്. അത് 2024 ആഗസ്റ്റ് മാസം ആവുമ്പോഴേക്കും അതിന്റെ സെൻസെക്സ് വാല്യൂ എന്ന് പറയുന്നത് 82,300 ആണ്, 82,300-നടുത്താണ്. അതായത് ഒരു ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഷെയർ മാർക്കറ്റ്, എസ്പെഷ്യലി ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾക്ക് നല്ലൊരു റിട്ടേൺ ലോങ് ടൈമിലേക്ക് എപ്പോഴും തരാറുണ്ട്. ഇതുപോലെ തന്നെ ഇനി അടുത്ത കുറച്ച് വർഷങ്ങൾ നമ്മളുടെ എക്കണോമി വളരെ സ്ട്രോങ് ആവുമെന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. നമ്മളുടെ ഡെമോഗ്രഫിയും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായും വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം, മിനിമം 20%, മാക്സിമം 45%, അതായത് ഏറ്റവും റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ 45% വരെ ഷെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും മിനിമം 20% നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ തുടർച്ചയായ നിക്ഷേപങ്ങളെ കൊണ്ട്, തുടർച്ചയായ ദീർഘകാലമായുള്ള നിക്ഷേപങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ഉദാഹരണത്തോടുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. പിന്നെ ഓരോ മ്യൂച്വൽ ഫണ്ടുകളിലും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് ആണ്. അതുപോലെ തന്നെ ഇതെല്ലാ കയറ്റിറക്കങ്ങൾക്കും സാധ്യതകളുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് മിനിമം 20% ടു മാക്സിമം 45% വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു.